കണ്ണൂർ പയ്യന്നൂരിൽ 70-കാരി ഷോക്കേറ്റ് മരിച്ചു. കാങ്കോൾ സ്വദേശി എം സരോജിനിയാണ് മരിച്ചത്. രാവിലെ തൊഴുത്തിൽ നിന്നാണ് ഷോക്കേറ്റത്. തൊഴുത്തിലേക്കുള്ള ഇലക്ട്രിക് വയറിൽ നിന്നും വൈദ്യുതി പടർന്നാണ് അപകടം ഉണ്ടായത് എന്നതാണ് പ്രാഥമിക നിഗമനം. കണ്ണൂർ പയ്യന്നൂരിലാണ് 70-കാരി ഷോക്കേറ്റ് മരിച്ചത്. കാങ്കോൾ സ്വദേശിയായ എം സരോജിനിയാണ് മരിച്ചത്. രാവിലെയാണ് ഈ ഒരു അപകടം നടന്നത്. തൊഴുത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഷോക്കേറ്റത്. തൊഴുത്തിലേക്കുള്ള ഇലക്ട്രിക് വയറിൽ നിന്നും വൈദ്യുതി പടർന്നതാണ് അപകട കാരണം എന്നതാണ് പ്രാഥമിക നിഗമനം. തൃശൂർ പുതുക്കാട് നെല്ലിച്ചോട് യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. പോട്ട പനമ്പിള്ളി നഗർ സ്വദേശി ഫെറിൽ ആണ് പിടിയിലായത്. കുഴമ്പളം സ്വദേശി ഡിനസ് ഡേവിസിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. ഡിനസിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നതായും അവരുമായി ഒരുമിച്ച് കഴിയുന്നതിന് ഡിനസ് തടസ്സമായതിനാലാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നും ഫെറിൽ പോലീസിന് മൊഴി നൽകി. പുതുക്കാട് നെല്ലിച്ചോട് യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ജിമ്മിൽ നിന്നും പുറത്തേക്കിറങ്ങിയ യുവാവിനെയാണ് ഹെൽമറ്റ് ധരിച്ചെത്തിയ ഒരാൾ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആ സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. പോട്ട പനമ്പിള്ളി നഗർ സ്വദേശിയായ ഫെറിലാണ് പിടിയിലായത്. കുഴമ്പളം സ്വദേശി ഡീനസ് ഡേവിസിനെയാണ് ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഡീനസിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നതായും അവരുമായി ഒരുമിച്ച് കഴിയുന്നതിന് ഡീനസ് തടസ്സമായതിനാലാണ് ഈ ഒരു കൊലപാതക ശ്രമത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഫെറിൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്.